ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് HSST ഇംഗ്ലീഷിൻ്റെ ഒരു സിലബസ് ഡീകോഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാവരും എക്സാമിന് സീരിയസ് ആയി തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സിലബസ് എന്താണ് എന്നുള്ളത് അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ സിലബസ് ആദ്യം ഡിസ്കസ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഒരു സിലബസ് ഡിസ്കഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ശ്വേത. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കാം. പാർട്ട് 1 ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് വരുന്നത്. അത് 40 മാർക്സിനാണ് വരുന്നത്. നൗ കംസ് അമേരിക്കൻ ലിറ്ററേച്ചർ, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ്, ELT ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അലോങ് വിത്ത് ക്രിറ്റിസിസം. അതിന് കമ്പൈൻഡ് ആയിട്ട് വരുന്ന മാർക്സ് 30 മാർക്സ് ആണ്. ദെൻ പാർട്ട് 2 വരുന്നത് ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. അവിടെ നമുക്ക് 10 മാർക്സിനാണ് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. ദെൻ പാർട്ട് 3 കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ സോഷ്യൽ വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അവിടെയും 10 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത്. പാർട്ട് 4 റിനൈസൻസ് ഇൻ കേരള, അതുപോലെ കറണ്ട് അഫയേഴ്സ്. ഈ രണ്ട് ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് 10 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ 100 മാർക്സിനാണ് ഈ ഒരു ചോദ്യ പേപ്പർ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 14 മൊഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ സിലബസ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. 14 മൊഡ്യൂൾസിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കാണാം. അതിൽ ആദ്യത്തെ 8 മൊഡ്യൂൾസ് കോർ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് എന്നുള്ള രീതിക്ക് ടോപ്പിക്സ് തന്നിട്ടുണ്ട്. അതിൽ കോർ ലിറ്ററേച്ചർ പാർട്ടിൽ വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഏർലി ഇംഗ്ലീഷ് ടു 18th century ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നുണ്ട്. ദെൻ റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരിയഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടോപ്പിക്സ്. ദെൻ 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, എക്സ്ക്ലൂസീവ്ലി 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം വരുന്നുണ്ട്, ടോപ്പിക്സ് വരുന്നുണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഭാഗം, അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് വരുന്നുണ്ട്. അമേരിക്കൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ്. ദെൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് പാർട്ട് നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ELT അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന് പറയുന്ന ആ ഒരു കോർ പാർട്ടും നമുക്കിവിടെ, തിയറി റിലേറ്റഡ് ആയിട്ടുള്ള കോർ പാർട്ടും സിലബസിൽ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു ന്യൂ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് കൾച്ചറൽ സ്റ്റഡീസും നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് നോക്കാം. ഇതിൽ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽഡ് സ്റ്റഡിക്കായിട്ട് തന്നിട്ടുള്ള ഫ്രം ഏർലി ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടു 18th century എന്നുള്ള ഭാഗത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഇവിടെ ജോൺ ഡണ്ണിൻ്റെ ബാറ്റ് മൈ ഹാർട്ട് ആൻഡ് കാനനൈസേഷൻ, മിൽട്ടൻ്റെ ലിസിഡാസ് ആൻഡ് പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9, അതുപോലെ ജോൺ ഡ്രൈഡൻ്റെ മാക്ഫ്ലെക്നോ. ഓക്കെ, അതുപോലെ തോമസ് ഗ്രേയുടെ എലിജി റിട്ടണിൻ്റെ കൺട്രി ചർച്ച് യാർഡ്, വില്യം ഷേക്സ്പിയറുടെ 12th നൈറ്റ്, ഹാംലെറ്റ് പോലെയുള്ള ഡ്രാമാസ്, സോണറ്റ്സ് നമ്പർ 18, 30 and 116. അതുപോലെ അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ആ ഒരു മോക്ക് ഹീറോയിക് പോം. ദെൻ ക്രിസ്റ്റഫർ മർലോയുടെ ആ ഒരു എംബീഷ്യസ് ആയിട്ടുള്ള ആ ഡോക്ടറുടെ കഥ പറയുന്ന ഡോക്ടർ ഫോസ്റ്റസ്. ദെൻ ഫ്രാൻസിസ് ബേക്കൻ്റെ എക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള എസ്സേസ് ആയിട്ടുള്ള ഓഫ് സ്റ്റഡീസ് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ് ആൻഡ് ഓഫ് ട്രൂത്ത്. അതുപോലെ ജനാദൻ സ്വിഫ്റ്റിൻ്റെ ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് ആൻഡ് റോബർട്ട് ബേൺസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം ആയിട്ടുള്ള റെഡ് റോസ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 വരുന്ന ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ഇത്രയുമാണ്. നൗ വി ആർ മൂവിങ് ഓൺ ടു മൊഡ്യൂൾ 2. ഇതിൽ നോൺ ഡീറ്റെയിൽഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. ബിയോവുൾഫ് എന്ന് പറയുന്ന ആ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡിന് മുന്നേ എഴുതിയിട്ടുള്ള ആ ഒരു പോം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം ഇതിൽ വരുന്നു. ബാലറ്റ്സ് വരുന്നുണ്ട്. ലൈക്ക് ജോഫ്രി ചോസറുടെ പ്രൊലോഗ് ടു ദ കാൻഡബറി ടെയിൽസ് എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തോമസ് കിഡിൻ്റെ ദ സ്പാനിഷ് ട്രാജഡി, എഡ്മണ്ട് സ്പെൻസറുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡിങ് ഓഡ് ആയിട്ടുള്ള എപ്പിത്തലാമിയൻ. ദെൻ ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്ന് പറയുന്ന ഡ്രമാറ്റിക് മോണലോഗ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പോം. റിച്ചാർഡ് ഷെറീഡൻ്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേ. സോ തോമസ് മോറിൻ്റെ പെർഫെക്റ്റ് ഐഡിയൽ പ്ലേസ് ആയിട്ടുള്ള യുട്ടോപ്പിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്. ഹെൻറി ഫീൽഡിങ്ങിൻ്റെ ടോം ജോൺസ്, സാമുവൽ റിച്ചാർഡ്സിൻ്റെ പെമേല, ദെൻ ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ. ഓക്കെ, ഇത്രയും വർക്ക്സ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 പോവാണ്. 3rd മൊഡ്യൂളിൽ നമുക്ക് റൊമാൻറ്റിക് ആൻഡ് വിക്ടോറിയൻ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് വരുന്നത്. ഡീറ്റെയിൽ സ്റ്റഡിക്ക് നമുക്ക് തന്നിരിക്കുന്നത് വേർഡ്സ്വർത്തിൻ്റെ ഇമ്മോർട്ടാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓഡ്, സാമുവൽ കോൾറിഡ്ജിൻ്റെ കുബ്ല ഖാൻ,
ജോൺ കീറ്റ്സിൻ്റെ ഓട്ട് ടു എ നൈറ്റിംഗിൾ, PB ഷെല്ലിയുടെ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡ്, ലോർഡ് ബൈറൻ്റെ ദ പ്രിസണർ ഓഫ് ചിലൻ, ടെന്നിസൻ്റെ യുലീസസും അതുപോലെ തന്നെ ലോട്ടസ് ഈറ്റേഴ്സും. ഓക്കെ, അർണോൾഡിൻ്റെ സ്കോളാ ജിപ്സി, അതുപോലെ ഡവർ ബീച്ച്, ദെൻ റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ആൻഡ്രിയ ഡെൽ സാറ്റോ, ദെൻ ജെയിം ഹോപ്കിൻസിൻ്റെ ദ പയറ്റ് ബ്യൂട്ടി, തോമസ് ഡി ക്വിൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബെത്ത്, ചാൾസ് ലാമിൻ്റെ ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ ആൻഡ് ഡ്രീം ചിൽഡ്രൻ, ഓസ്കർ വൈൽഡിൻ്റെ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏർനെസ്റ്റ്. ഓക്കെ, ഇത്രയും വർക്ക്സ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. നാ മൊഡ്യൂൾ 4 പോകുന്നു. അവിടെ നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്കായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്തിൻ്റെ പ്രിഫേസ് ടു ദ ലിറിക്കൽ ബാലറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് ലിറിക്കൽ ബാലറ്റ്സിൻ്റെ പ്രിഫേസ് അല്ലേ. അതുപോലെ ഇക്വേനയുടെ ദി ഇൻട്രസ്റ്റിംഗ് നറേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് അതിൽ എടുത്ത് തന്നിട്ടുണ്ട്. ചാപ്റ്റർ 4 and 5 മാത്രം നമ്മളവിടെ പഠിച്ചാൽ മതി. ദെൻ PB ഷെല്ലിയുടെ ഷെൻസി, അതുപോലെ മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ, എമിലി ബ്രോണ്ടിയുടെ വുത്തറിംഗ് ഹൈറ്റ്സ്, അതുപോലെ ചാൾസ് ഡിക്കൻസിൻ്റെ ഒലിവർ ട്വിസ്റ്റ്. ഓക്കെ, അതുപോലെ തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് ദി യൂബാവില്ലസ്, ദെൻ ജെയിൻ ഓസ്റ്റൻ്റെ മാൻസ്ഫീൽഡ് പാർക്ക്. ഓക്കെ, പിന്നെ വോൾട്ടർ സ്കോട്ടിൻ്റെ ഇവാൻഹോ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരെ മൊഡ്യൂൾ 5 പോവാണ്. മൊഡ്യൂൾ 5 നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. 20th century ബ്രിട്ടീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇവിടെ വരുന്നത്. അതിൽ നമുക്ക് ഡീറ്റെയിൽ സ്റ്റഡിക്ക് തന്നിരിക്കുന്ന WB യേറ്റ്സിൻ്റെ ദ സെക്കൻഡ് കമ്മിങ്, സെയിലിംഗ് ടു ബൈസാന്തിയം പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പോംസ്, TS എലിയറ്റിൻ്റെ ദ വേസ്റ്റ്ലൻഡ്, W.H. Audenൻ്റെ ഇൻ മെമ്മറി ഓഫ് WB യേറ്റ്സ്, ഡിലൻ തോമസിൻ്റെ പോം ഇൻ ഒക്ടോബർ, സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി, ഫിലിപ്പ് ലാക്കിങ്ങിൻ്റെ ചർച്ച് ഗോയിങ്, കെറൽ ആൻഡ് ഡഫിയുടെ ആൻഡ് ഹെതാവി, അതുപോലെ ടെഡ് ഹ്യൂസിൻ്റെ തോട്ട് ഫോക്സ്. ഓക്കെ, ടോം ഗണ്ണിൻ്റെ ഓൺ ദ മൂവ്, അതുപോലെ GB ഷോയുടെ പിഗ്മാലിയൻ പോലെയുള്ള വർക്ക്സ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, TS എലിയറ്റിൻ്റെ മേർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന പ്ലേ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ ജെയിംസ് സിങ്ങിൻ്റെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, ദെൻ സാമുവൽ ബെക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ഹാരോൾഡ് പിൻറ്ററിൻ്റെ ദ ബർത്ത്ഡേ പാർട്ടി, TS എലിയറ്റിൻ്റെ ബ്രില്യൻ്റ് റൈറ്റപ്പ് ആയിട്ടുള്ള അല്ലേ ആ ഒരു മെയിൻ എസ്സേ ആയിട്ടുള്ള ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, ദെൻ വിർജീനിയ വുൾഫിൻ്റെ മോഡേൺ ഫിക്ഷൻ. ഓക്കെ, അപ്പോൾ അത്രയും വർക്ക്സ് ആണ് നമുക്ക് മൊഡ്യൂൾ 5 വരുന്നത്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു മൊഡ്യൂൾ 6. നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്ക് നമുക്ക് തന്നിരിക്കുന്ന വർക്ക്സ് നോക്കാം. ഫാലിയവിസിൻ്റെ ദ ഗ്രേറ്റ് ട്രഡിഷൻ എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട്. അതുപോലെ കൊൺറാഡിൻ്റെ അല്ലെ ജോസഫ് കൊൺറാഡിൻ്റെ ദ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് വരുന്നുണ്ട്. വിർജീനിയ വുൾഫിൻ്റെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നീക്കിൻ്റെ അല്ലേ ഒരു എക്സ്ട്രീം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മിസസ് ഡാലവേ വരുന്നുണ്ട്. ജെയിംസ് ജോയ്സിൻ്റെ പൊർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് എസ് എ യങ് മാൻ വരുന്നുണ്ട്. ദെൻ ജോർജ് ഓർവെലിൻ്റെ ഡിസ്റ്റോപ്പിയൻ നോവലായിട്ടുള്ള 1984 വരുന്നുണ്ട് അല്ലേ ദ ബിഗ് ബ്രദർ. ഓക്കെ, അതുപോലെ ജോൺ ഫവൽസിൻ്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനൻറ്റ് വുമൻ വരുന്നുണ്ട്. ദെൻ അഞ്ജീല കാർട്ടറുടെ നൈറ്റ്സ് ഓഫ് ദ സർക്കസ് വരുന്നുണ്ട്. അതുപോലെ കാരൽ ചേർച്ചിലിൻ്റെ ടോപ്പ് ഗേൾസ് എന്ന് പറയുന്ന വർക്കും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ മൊഡ്യൂൾ 7 പോകുന്നു. അവിടെ ഡീറ്റെയിൽഡ് സ്റ്റഡിക്കായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ മാസ്റ്റർ പീസസ് ആണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പോംസ് 1 to 20 ഫ്രം ഗീതാഞ്ജലി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ഫ്രം 1 to 20. ദെൻ അരോബിന്ദോയുടെ ദ ട്രോൺസ് ഓഫ് വെയിറ്റിംഗ്, ദെൻ സരോജിനി നായിഡുയുടെ കൊറമാൻറ്റൽ ഫിഷേഴ്സ്, ദെൻ കമലാദാസിൻ്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അതുപോലെ ഫ്രീക്സ് പോലെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോംസ്, നിസിം നിസിക്കേലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാഷ്വലി പോലെയുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പോംസ്, AK രാമാനുജൻ്റെ എളുപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിവർ പോലെയുള്ള പോം ഉണ്ട്. അതുപോലെ സ്ട്രൈഡേഴ്സ് ഉണ്ട്. ഗിരീഷ് കർണാടിൻ്റെ അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ആയിട്ടുള്ള നാഗമണ്ഡല ഉണ്ട്. ദെൻ മഞ്ജുള പത്മനാഭൻ്റെ ഹാർവെസ്റ്റ്, മഹേഷ് ദത്താനിയുടെ ഡാൻസ് ലൈക്ക് എ മാൻ, ദെൻ എസ്.എൻ. ദാസ് ഗുപ്തയുടെ ദ തിയറി ഓഫ് റസ അല്ലേ ഇന്ത്യൻ എസ്തെറ്റിക്സിലേക്ക് പോകുന്ന എസ്.എൻ. ദാസ് ഗുപ്തയുടെ ദ തിയറി ഓഫ് റസ വരുന്നുണ്ട്. അതുപോലെ കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മൊഡ്യൂൾ 7 ഡീറ്റെയിൽ സ്റ്റഡിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിനി മൊഡ്യൂൾ 8 പോവാം. അവിടെ നമുക്ക് വരുന്നത് നോൺ ഡീറ്റെയിൽ സ്റ്റഡിക്ക് തന്നിരിക്കുന്നത് വിജയ് ടെണ്ടുൽക്കറിൻ്റെ ദ കോർട്ട് ഇസ് ഇൻ സെഷൻ എന്ന് പറയുന്ന ഒരു വർക്കാണ്. പിന്നെ മുൽക്രാജ് ആനന്ദിൻ്റെ ദ അൺടച്ചബിൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു സോഷ്യൽ റിയലിസം ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് വരുന്നു. രാജാ റാവുവിൻ്റെ ദ സർപ്പൻ്റ് ആൻഡ് ദ റോപ്പ്, അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ, ദെൻ R.K. നാരായണൻ്റെ മാൽഗുഡി ഡേയ്സ്, സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ വെരി ഇമ്പോർട്ടൻറ്റ്, ദെൻ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലേ, ദെൻ അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ, ആൻഡ് AK രാമാനുജൻ്റെ ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ്
ആൻഡ് ഇൻഫോർമൽ എസ്സേ എന്ന് പറയുന്ന ഇത്രയും വർക്ക്സ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ മൊഡ്യൂൾ 9 പോകുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സിൽ നിന്നായിരിക്കും ഏതാണ്ട് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. Now we are moving on to module 9. ഓക്കെ, ഇവിടെ വരുന്നത് അമേരിക്കൻ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇതിൽ ഡീറ്റെയിൽ സ്റ്റഡിക്ക് നമുക്ക് തന്നിരിക്കുന്നത് വാൾട്ട് വിറ്റ്മാൻ്റെ ഔട്ട് ഓഫ് ദ ക്രാഡിൽ എൻഡ്ലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോം വരുന്നു. എമിലി ഡിക്കിൻസൻ്റെ ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ എന്ന് പറയുന്ന പോം വരുന്നു. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഹോം ബറിയൽ, വാലസ് സ്റ്റീഫൻസിൻ്റെ സൺഡേ മോർണിംഗ്, എഡ്ഗർ അലൻ പോയുടെ ദ റാവൻ, ദെൻ മായ ആഞ്ചലോയുടെ ഫിനോമിനൽ വുമൺ ആൻഡ് യുജീൻ ഓനീലിൻ്റെ എംപറർ ജോൺസ്. ഓക്കെ, എക്സ്പ്രഷനിസത്തിൻ്റെയൊക്കെ അല്ലേ ആ ഒരു മാസ്റ്റർ പീസായിട്ട് വരുന്ന ആ ഒരു എംപറർ ജോൺസ്. ദെൻ നോൺ ഡീറ്റെയിൽ സ്റ്റഡിയിലോട്ട് പോകുന്നു. അവിടെ നമുക്ക് വരുന്ന എമേഴ്സൻ്റെ സെൽഫ് റിലയൻസ് വരുന്നുണ്ട്, തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് വരുന്നുണ്ട്, ആദർ മില്ലറിൻ്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ വരുന്നുണ്ട്. ഓക്കെ, ബിലി ലോമാൻ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല അല്ലേ. ലൈക്ക് വൈസ് ഈ കമ്മിങ്സിൻ്റെ ബഫലോ ഹിൽസ് എവിടെയാണ് വരുന്നത്. ദെൻ എലൻ ഗിൻസ്ബർഗിൻ്റെ അമേരിക്ക, ജെട്രൂഡ് സ്റ്റീൻ്റെ ഡോട്ടർ, ഹത്തോണിൻ്റെ സ്കാർലറ്റ് ലെറ്റർ, ദെൻ ഹെർമൻ മെൽവിലിൻ്റെ മോബി ഡിക്ക്. ഓക്കെ, അതുപോലെ ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ അല്ലേ, സാന്റിയാഗോ നമുക്ക് മറക്കാൻ പറ്റില്ല. ലൈക്ക് വൈസ് ടോണി മോറിസൻ്റെ അല്ലേ ഏതാണ് ദ ബ്ലൂവെസ്റ്റ് ഐ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ 10 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 11th മൊഡ്യൂളിലോട്ട് നമുക്ക് പോവാം. ഇവിടെ നമുക്ക് വരുന്നത് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ആണ്. ഇതിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇവോൾവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടി വരിക. ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ് ആൻഡ് മോഡേൺ ഇംഗ്ലീഷ്, ആ ഒരു ലൈക്ക് സ്റ്റെപ്പ് വൈസ് അല്ലേ ഫോർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഫോണറ്റിക്സ് ആൻഡ് ഫൊണോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്, മോർഫോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് വരുന്നുണ്ട്. ദെൻ സിൻടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള PS ഗ്രാമർ, TG ഗ്രാമർ, ഡീപ്പ് സ്ട്രക്ചർ പോലെയുള്ള സബ് ഡിവിഷൻസ് വരുന്ന സിൻടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നുണ്ട്. സെമാൻറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ലെക്സിക്കൽ സെമാൻറ്റിക്സ്, മെറ്റഫർ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഒക്കെ വരുന്ന സെമാൻറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുണ്ട്. ദെൻ ലിംഗ്വിസ്റ്റിക്സിൻ്റെ 2 ബൈഫിക്കേഷൻസ് ആയിട്ടുള്ള സൈക്കോ ലിംഗ്വിസ്റ്റിക്സും അതുപോലെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സും ഈ ഒരു പേപ്പറിൻ്റെ ഭാഗമാണ്. ഓക്കെ, നൗ നമ്മൾ മൊഡ്യൂൾ 12 പോകുന്നു. 11ഉം 12ഉം വളരെയധികം ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട മൊഡ്യൂൾസാണ്. 12th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് അഥവാ ELT ആണ്. ഇവിടെ കീ കോൺസെപ്റ്റ്സ് ഇൻ ELT ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും ലേണിംഗ് തിയറീസും ലേണിംഗ് ഫാക്ടേഴ്സ് ഉൾപ്പെടുന്ന ലേണിംഗ് തിയറീസും ടൈപ്സ് ഓഫ് ടെസ്റ്റും ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരെ 13th മൊഡ്യൂളിലോട്ട് പോകുന്നു. ഇവിടെ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സ് വരുന്നുണ്ട്, ഫിലിപ്പ് സിഡ്നിയുടെ അൻ അപ്പോളജി ഫോർ പോയട്രി വരുന്നു. ദെൻ സാമുവൽ കോൾറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്ററാറിയ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 14 ആണ് നമ്മളവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ദെൻ വിർജീനിയ വുൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ വരുന്നുണ്ട്. TS എലിയറ്റിൻ്റെ ട്രഡിഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റ്, വെരി ഫേമസ് എസ്സേ. ദെൻ നോർത്ത് ഓഫ് ഫ്രൈഡേ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ വരുന്നു. ദെൻ ക്ലിയാന്ത് ബ്രൂക്സിൻ്റെ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ഓക്കെ, ദെൻ എഡ്മണ്ട് വിൽസൻ്റെ മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ, ലെയ്ൻ ഷോവാൾട്ടറിൻ്റെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വിൽഡർനെസ്, ജാക്വസ് ഡെറിഡയുടെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്ക്സ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതുപോലെ കോൾ മാർക്സിൻ്റെ ദ ഫെറ്റിഷിസം ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് ദ സീക്രട്ട് ദെയറോഫ് എന്ന് പറയുന്ന ഒരു വർക്ക്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ദ കോൺഷ്യസ് ആൻഡ് ദ അൺകോൺഷ്യസ്, ദ ഇഡ് ആൻഡ് ദ ഈഗോ, ദെൻ ദ ഈഗോ ആൻഡ് ദ സൂപ്പർ ഈഗോ, ദെൻ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് ആൻഡ് അതർ റൈറ്റിംഗ്സ്, ഇത്തരത്തിലുള്ള ഫ്രോയിഡിൻ്റെ വർക്ക്സും നമുക്കിവിടെ വരുന്നുണ്ട്. ദെൻ ഹേബമാസിൻ്റെ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന വർക്കും, റെയ്മണ്ട് വില്യംസിൻ്റെ ട്രഡിഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർമേഷൻസ് എന്ന് പറയുന്ന വർക്കും ഈ ഒരു ഭാഗത്ത് വരുന്നു. ഓക്കെ, ഇനി കൾച്ചർ സ്റ്റഡീസിലോട്ട് പോകുന്നു. മൊഡ്യൂൾ 14 അല്ലേ, നമ്മുടെ 14ാമത്തെയും അവസാനത്തെയും മൊഡ്യൂളായിട്ടുള്ള മൊഡ്യൂൾ 14 പോകുന്നു. ഇവിടെ തിയോഡർ അഡോണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന് പറയുന്ന ഒരു വർക്കാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അവിടെ പേജ് നമ്പർ തന്നിട്ട് 98 to 107 ആണ് നമ്മളവിടെ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. ദെൻ സ്റ്റുവർട്ട് ഹാളിൻ്റെ എൻകോഡിംഗ് ഓർ ഡീകോഡിംഗ്, ദെൻ ലോറ മൾവയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ എന്ന് പറയുന്ന വർക്ക്, ജൂഡിത്ത് ബട്ട്ലറുടെ സബ്ജക്റ്റ് ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് ഡിസയർ എന്ന് പറയുന്ന വർക്ക്, അതുപോലെ ജെയില മെക്രോബിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന വർക്കും ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്.
ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളൊന്ന് ഓടിച്ചു പോയതേ ഉള്ളൂ. നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാനായിട്ടാണ് എന്താണ് സിലബസിലുള്ളത് എന്നുള്ളത്. തീർച്ചയായും ഈ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 100 ഡേ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതിൽ ഡീറ്റെയിൽ ആയി തന്നെ ഈ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഏത് ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, നൗ പാർട്ട് 2 നമുക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് 5 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ഇതാണ്: ടീച്ചിങ്, അതിൻ്റെ നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് പോലെയുള്ള ഭാഗങ്ങൾ, ദെൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, ടീച്ചിങ് എയ്ഡ്സ് ആൻഡ് ഇവാലുവേറ്റിംഗ് സിസ്റ്റംസ് മുതലായ ഭാഗങ്ങളാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ പാർട്ട് ബിയിൽ വരുന്ന റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ടീച്ചിങ്. ഓക്കെ, ഇപ്പോൾ റിസർച്ച്, അതിൻ്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് പോലെയുള്ള ടോപ്പിക്സും, മെത്തേഡ്സ് ഓഫ് റിസർച്ച് എത്തിക്സ് പോലെയുള്ള ടോപ്പിക്സും, അതുപോലെ പേപ്പർ, ആർട്ടിക്കിൾ, വർക്ക്ഷോപ്പ്, സെമിനാർ, കോൺഫറൻസ്, സിംപോസിയം പോലെയുള്ള കോൺസെപ്റ്റ്സുമാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തീസിസ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടും നമ്മളിവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ പാർട്ട് 3 പോകുന്നു. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഭാഗമാണ് പാർട്ട് 3 എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് 5 മാർക്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പാർട്ട് ബി ആയിട്ട് വരുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്നും 5 മാർക്സിനുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട് ടോപ്പിക്സ്. അത് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിച്ച് മുന്നേറേണ്ടത്. ഓക്കെ, നൗ ദ ലാസ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് പാർട്ട് 4. പാർട്ട് 4 നമുക്ക് വരുന്ന റൊണൈസൻസ് ഇൻ കേരള എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതുപോലെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സിനും 5 മാർക്സ് ആണ് ഉള്ളത്. ഇങ്ങനെയാണ് സിലബസ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് HSST ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള കടമ്പ. ഓക്കെ, അപ്പോൾ ഈ സിലബസിൻ്റെ ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. വെൻ യു റിയലി വാണ്ട് സംതിങ്, ഓൾ ദി യൂണിവേഴ്സ് കോൺസ്പയർസ് ഇൻ ഹെൽപ്പിംഗ് യു ടു അച്ചീവ് ഇറ്റ്. ആൽക്കെമിസ്റ്റിൽ അല്ലേ പോളോ കൊയ്ലോ പറഞ്ഞ വാക്കുകളാണ് അല്ലേ. നമുക്ക് ഒരു കാര്യം വേണം എന്ന് നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിന് 100% എഫേർട്ട് എടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു 100 ഡേ സ്റ്റഡി പ്ലാനുമായിട്ട് HSST ഇംഗ്ലീഷിൻ്റെ ഒരു 100 ഡേ സ്റ്റഡി പ്ലാനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ ആസ് ഓൾവേസ് ഹാപ്പി ലേണിംഗ്.